തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 37 കിലോമീറ്റർ മാറി കാട്ടാക്കടയ്ക്ക് സമീപം കോട്ടൂരിലെ കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരുപാട് വിശേഷങ്ങളുണ്ട് അവിടെ. 3 മാസം പ്രായമായ ആനക്കുട്ടി, ബോട്ടിംഗ്, ട്രക്കിംഗ്, അങ്ങനെ നിരവധി വിശേഷങ്ങൾ. അഗസ്ത്യാർകൂടം മലനിരകളുടെ അതിർത്തി ഭാഗത്താണ് ഈ ആനക്കൊട്ടിലുള്ളത്. ഇപ്പോൾ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് നിർത്തിയൊക്കെയാണ്. ഒരുപാട് വിദേശികളുണ്ട്. രസകരമായ കാഴ്ചകൾ ആരംഭിക്കുകയാണ്. നാല് വയസ്സ് പ്രായമുള്ള റാണ എന്ന ആനക്കുട്ടിയാണത്. അല്പം കുരുത്തക്കേടാണെന്നാണ് പറയുന്നത്. ഈ ഉരുളയ്ക്ക് മേളിലായിട്ട് ശർക്കരയും വയ്ക്കുന്നുണ്ട്. ശർക്കര വെച്ചാലേ അതിൻ്റെ മണം അടിച്ച് കഴിക്കുള്ളൂ. രാജ്കുമാറിന് 39 വയസ്സായി. ബോംബെ മ്യൂസിയത്തിൽ നിന്നും തിരുവനന്തപുരം മ്യൂസിയത്തിൽ കൊണ്ടുവരികയും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. രാജ്കുമാറിന് ഹിന്ദിയാണ് കൂടുതലും പരിചയം. മലയാളം അത്ര പോരാ. പഠിച്ചു വരുന്നല്ലേ? മലയാളം പഠിച്ചു വരുന്നുണ്ട് ഇപ്പോൾ രാജ. രാവിലെ 10:30 ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഒരു സ്പെഷ്യൽ ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. 3.5 വയസ്സുള്ള രാജയാണിത്. കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിലെ ഡെപ്യൂട്ടി വാർഡൻ റേഞ്ച് ഓഫീസർ സുകേശൻ സാർ നമുക്കൊപ്പം ചേരുകയാണ്. സാർ, ഈ കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നമ്മുടെ കാട്ടിനുള്ളിൽ അലഞ്ഞു നടക്കുന്ന ആനകൾ, ഒറ്റപ്പെട്ടു പോവുകയോ എന്തെങ്കിലും പരുക്ക് കൊണ്ട് നടക്കാൻ വയ്യാത്ത വിധം ക്ഷീണിതനായി കാണപ്പെടുന്ന ആനയോ ഏതെങ്കിലും ചതുപ്പിനകത്തോ എന്തെങ്കിലും കുഴിക്കുള്ളിലോ ഒക്കെ വീണുപോയാൽ അത്തരം ആനകളെ ഏതെങ്കിലും വിധത്തിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോയി അതിനെ എടുത്ത് ഈ പരിപാലന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് പരിപാലിച്ച് അതിൻ്റെ ആരോഗ്യ പരിപാലനമാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ ആന പരിപാലന കേന്ദ്രം ഇവിടെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിവിടെ ഒരു എക്കോ ടൂറിസവും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആനകളെ കാണാനായും ഈ വനത്തിൻ്റെ വന്യത മനസ്സിലാക്കുന്നതിനായി ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് 5 മാസം പ്രായമുള്ള ആന മുതൽ 62 വയസ്സ് പ്രായമുള്ള ആനകൾ വരെ ഇപ്പോൾ ഈ കേന്ദ്രത്തിലുണ്ട്. ടൂറിസം വികസനവും ഒപ്പം നടക്കുന്നുണ്ട്. കാട്ടിനുള്ളിലേക്ക് ആൾക്കാർക്ക് ഒരു ട്രക്കിംഗ് സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു മുള കൊണ്ടുള്ള ചങ്ങാടമുണ്ട്, പിന്നെ പെഡൽ ബോട്ടിംഗ് ഉണ്ട്, റോ ബോട്ടിംഗ് ഉണ്ട്, ആന സവാരി ഉണ്ടായിരുന്നു. ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളൂ, കാലാവസ്ഥയുടെ പ്രതികരണം അത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ആന പരിപാലനത്തിൽ കേന്ദ്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ സ്പെഷ്യൽ ഫുഡ് കൊടുത്തതിന് ശേഷം ഈ ആനയെ അഴിച്ചു വിടുകയാണ്. അതിന് മുമ്പായിട്ട് ആനയ്ക്ക് കഴിക്കാനുള്ള തീറ്റ ഇവിടെ നിന്ന് ശേഖരിക്കും. ആന തന്നെ ശേഖരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഈ ആനക്കുട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആനക്കുട്ടികളാണിത്. പൂർണ്ണ 6 മാസവും അർജുൻ 11 മാസവുമാണ് പ്രായം. ഇവിടുത്തെ മറ്റൊരു ആകർഷണം ഇവിടുത്തെ ട്രക്കിംഗ് തന്നെയാണ്. വനത്തിനുള്ളിലൂടെയുള്ള ഒരു യാത്ര. കിഴക്കമ്മല പാറയിലേക്കുള്ള ട്രക്കിംഗ് ആണ് ഇവിടെയുള്ളത്. വനത്തിലൂടെ നടന്ന് കിഴക്കമ്മലപ്പാറയുടെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ. അതിമനോഹരമാണ് ഇവിടുത്തെ ദൃശ്യഭംഗി. അഗസ്ത്യാർകൂടം മലനിരകൾ കാണാൻ കഴിയും. ഒപ്പം തന്നെ നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ പൂർണ്ണമായും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്തത് ബോട്ടിംഗ് ആണ്. ഇവിടെ 3 തരത്തിലുള്ള ബോട്ടിങ്ങാണുള്ളത്. ഒന്ന് പെഡൽ ബോട്ടിങ്, റോ ബോട്ടിങ്, ചങ്ങാടം. നമ്മൾ പോകുന്നത് ചങ്ങാടത്തിലൂടെയുള്ള യാത്രയ്ക്കാണ്. നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിൽ കൂടെയുള്ള ചങ്ങാട യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ റിസർവോയറിൻ്റെ ഈ ഭാഗത്ത് വെച്ചാണ്
ആനകളെ കുളിപ്പിക്കുന്നത്. കാപ്പുകാട്ടെ ആനസങ്കേതത്തിലെത്തിയാൽ ഇവിടെ ആനകളെ അടുത്തറിയാം. ഇവിടെ പങ്കിടുന്ന ഒരു ദിവസം വളരെ മനോഹരം തന്നെയാണ്. ക്യാമറാമാൻ ബിജുവിനൊപ്പം ഹിജാസ് അഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.